Good morning, students. Today I am going to teach Political Science, Class 8. Our next chapter is Judiciary. What is Judiciary? Judiciary is the system consisting of courts which interprets the Constitution and award judgment. അപ്പോൾ ജുഡീഷ്യറി എന്ന് പറയുന്നത് എന്താണ്? എല്ലാ പൗരന്മാർക്കും നീതി ഉറപ്പാക്കുക എന്നാണ് ജുഡീഷ്യറിയുടെ കർത്തവ്യം. ഓക്കെ, റോൾ ഓഫ് ജുഡീഷ്യറി. വാട്ട് ഇസ് ദ റോൾ ഓഫ് ജുഡീഷ്യറി? 3 പോയിന്റ് ഉണ്ട്. ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ, തർക്ക പരിഹാരം എന്നാണ്. ജുഡീഷ്യൽ റിവ്യൂ, അപ്ഹോൾഡിംഗ് ദ ലോ ആൻഡ് എൻഫോഴ്സിംഗ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പോൾ ജുഡീഷ്യറിയുടെ 3 പോയിന്റ്: ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ, ജുഡീഷ്യൽ റിവ്യൂ, അപ്ഹോൾഡിംഗ് ദ ലോ ആൻഡ് എൻഫോഴ്സിംഗ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇതിനെക്കുറിച്ച് 3 ഡീറ്റെയിൽസ് ആയിട്ട് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വാട്ട് ഈസ് ജുഡീഷ്യറി? ജുഡീഷ്യറി ഈസ് ദ സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് കോർട്സ് which interprets the Constitution and award judgments. Okay? ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ പ്രവർത്തനത്തിൽ ജുഡീഷ്യറി നിർണായകമായ പങ്ക് വഹിക്കുന്നു. വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ ജുഡീഷ്യറി? അപ്പോൾ ജുഡീഷ്യറിയുടെ പങ്ക് എന്താണ് എന്നാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. ദ ജുഡീഷ്യൽ സിസ്റ്റം പ്രൊവൈഡ്സ് എ മെക്കാനിസം ഫോർ resolving disputes between citizens and the government, between 2 state governments and between the center and state governments. അപ്പം എന്താണ് തർക്ക പരിഹാരം എന്നാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അതായത് പൗരന്മാരും സർക്കാരും തമ്മിലും 2 സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിൽ ഒരു സംവിധാനം ആണ്. അതാണ് ജുഡീഷ്യൽ സംവിധാനം എന്ന് പറയുന്നത്. ജുഡീഷ്യൽ സംവിധാനം നൽകുന്നു. ഓക്കെ, ദെൻ ജുഡീഷ്യൽ റിവ്യൂ. ആസ് ദ ഫൈനൽ ഇന്റർപ്രറ്റർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ ജുഡീഷ്യറി also has the power to strike down particular laws passed by the parliament. If it believes that these are a violation of the basic structure of constitution, is called judicial review. അതായത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ലംഘനമാണ് പാർലമെന്റ് പാസ്സാക്കിയ പ്രത്യേക നിയമങ്ങളൊക്കെ ഇല്ലാതാക്കാൻ ജുഡീഷ്യറിക്ക് അവകാശമുണ്ട്. ഓക്കെ, അപ്ഹോൾഡിംഗ് ദ ലോ ആൻഡ് എൻഫോഴ്സിംഗ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിലെ ഓരോ പൗരന്മാർക്കും എവരി സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ക്യാൻ അപ്രോച്ച് ദ സുപ്രീം കോർട്ട് ഓർ ദി ഹൈക്കോർട്ട് ഇഫ് ദേ ബിലീവ് ദാറ്റ് ദെയർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഹാവ് ബീൻ വയലേറ്റഡ്. അതായത് ഇന്ത്യയിലെ ഓരോ പൗരന്മാരും അവരുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയോ സമീപിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി? അപ്പോൾ ജുഡീഷ്യറി ഭരണഘടനയുടെ സംരക്ഷകനും. ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി അലൗസ് ദ കോർട്സ് ടു പ്ലേ എ സെൻട്രൽ റോൾ ഇൻ ensuring that there is no misuse of power by the legislature and executive. It also plays a crucial role in protecting the fundamental rights of citizens because anyone can approach the courts if they believe that their rights have been violated. Okay, ജുഡീഷ്യറി എന്ന് പറയുന്നത് ഭരണഘടനയുടെ സംരക്ഷകനും ജനങ്ങളുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനുമാണ്, അല്ലേ? അപ്പോൾ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇത് നിർണായക പങ്ക് വഹിക്കുന്നു. കാരണം അവരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നുവെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ആർക്കും കോടതിയെ സമീപിക്കാനായിട്ട് കഴിയും. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് കോർട്സ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ കോടതികളുടെ ഘടന എന്താണെന്നാണ് നമ്മളിനി അടുത്ത പഠിക്കാൻ പോകുന്നത്. There are 3 different levels of courts in our country. അപ്പോൾ നമ്മുടെ രാജ്യത്ത് 3 വ്യത്യസ്ത തരത്തിലുള്ള കോടതികളുണ്ട്. There are several courts at the lower level while there is only one at the apex level. അതായത് നിരവധി കോടതികൾ താഴത്തെ നിലയിലാണ് എങ്കിലും
ഒരു പരമോന്നത തലത്തിലാണ് അല്ലേ. ദ കോഡ്സ് ദാറ്റ് മോസ്റ്റ് പീപ്പിൾ interact with are what are called subordinate or district courts. They are usually at the district or tahsil level or in towns, and they hear many kinds of cases. Each state is divided into districts that are presided over by the district judge. അപ്പോൾ നോക്കിയേ, ജില്ലാതലം അല്ലെങ്കിൽ സബോർഡിനേറ്റ് കോടതി എന്ന് പറയുമ്പോൾ മിക്ക ആളുകളും ഈ തലത്തിൽ ഇടപഴകുന്നു. ഓരോ ജില്ലയിലും ജില്ലാ ജഡ്ജിയാണ് അധ്യക്ഷത വഹിക്കുന്നത്. ഈച്ച് സ്റ്റേറ്റ് ഹാസ് ദ ഹൈക്കോർട്ട് വിച്ച് ഈസ് ദ ഹയസ്റ്റ് കോർട്ട് ഓഫ് ദ സ്റ്റേറ്റ്. അപ്പം സംസ്ഥാനത്തെ പരമോന്നത കോടതിയാണ് ഹൈക്കോടതി എന്ന് പറയുന്നത്. At the top is the Supreme Court that is located in New Delhi and is presided over by the Chief Justice of India. The decisions made by the Supreme Court are binding on all other courts in India. പരമോന്നത സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ അതോറിറ്റിയാണ് സുപ്രീം കോടതി. ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ചീഫ് ജസ്റ്റിസിൻ്റെ അധ്യക്ഷത വഹിക്കുന്നു. സുപ്രീം കോടതി എടുക്കുന്ന തീരുമാനങ്ങൾ ഇന്ത്യയിലെ മറ്റെല്ലാ കോടതികളിലെയും ബാധിക്കുന്നു. ഓക്കെ, ഇൻ ഇന്ത്യ വി ഹാവ് ആൻ ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം, മീനിങ് ദാറ്റ് ദ ഡിസിഷൻസ് മെയ്ഡ് ബൈ ഹൈക്കോർട്ട്സ് ആർ ബൈൻഡിങ് ഓൺ ദി ലോവർ കോർട്ട്സ്. അപ്പോൾ ഇന്ത്യയിൽ ജനങ്ങൾക്കൊരു സംയോജിത നീതിന്യായ വ്യവസ്ഥയുണ്ട്. അതായത് അതിനർത്ഥം ഉയർന്ന കോടതികൾ എടുക്കുന്ന തീരുമാനം കീഴ്ക്കോടതികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം വ്യത്യസ്ത തരത്തിലുള്ള കോടതികളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ദെൻ അനദർ വേ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഇൻ്റഗ്രേഷൻ ഈസ് ത്രൂ ദ അപ്പലേറ്റ് സിസ്റ്റം. അപ്പലേറ്റ് സമ്പ്രദായം എന്താണെന്ന് അറിയാമോ? അപ്പം ദിസ് മീൻസ് ദാറ്റ് എ പേഴ്സൺ ക്യാൻ അപ്പീൽ ടു എ ഹയർ കോർട്ട് ഇഫ് ദേ ബിലീവ് ദാറ്റ് ദ ജഡ്ജ്മെൻറ്റ് പാസ്ഡ് ബൈ ദ ലോവർ കോർട്ട് ഈസ് നോട്ട്. അപ്പോൾ എന്താണ്? കീഴ്ക്കോടതി പുറപ്പെടുവിക്കുന്ന വിധിന്യായം അല്ലെന്ന് വിശ്വസിക്കുന്നെങ്കിൽ, ഇപ്പോൾ താഴ്ന്ന കോടതിയിൽ വാദിച്ചത് നമുക്ക് യോജിക്കുന്നതല്ല എങ്കിൽ അയാൾക്ക് ഉയർന്ന കോടതിയിൽ അപ്പീൽ നൽകാമെന്നാണ് ഇതിനർത്ഥം. ഈ സംവിധാനം ഇന്ത്യയിൽ നിലവിലുണ്ട്. കോടതികളുടെ എല്ലാ തലങ്ങളുടെയും സംയോജനത്തെ നിർവഹിക്കുന്ന മറ്റൊരു മാർഗമാണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു കഥ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ വായിച്ച് നോക്കുക. ഓക്കെ, നെക്സ്റ്റ്, what are the different branches of the legal system? എന്താണ് നിയമവ്യവസ്ഥയുടെ വിവിധ ശാഖകൾ ഏതൊക്കെയാണെന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അതായത് ക്രിമിനൽ ലോയും സിവിൽ ലോയും. അതായത് ക്രിമിനൽ ലോ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, കോർപ്പറേഷന് മേലുള്ള ഒരു വ്യക്തിക്കോ മറ്റ് സ്വകാര്യ കക്ഷിക്കോ പരിക്കേറ്റ് അത് കൈകാര്യം ചെയ്യുക, അതാണ് ക്രിമിനൽ ലോയിൽ പെടുന്നത്. അതായത് പരിക്ക് കൈകാര്യം ചെയ്യുന്നു. പരിക്കുണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ മരണത്തിന് കാരണമാകുന്ന അവസ്ഥയൊക്കെ ഇല്ലേ, സ്വത്ത് നഷ്ടം, അതൊക്കെ സിവിൽ ലോയിൽ പെടുന്നു. ക്രിമിനൽ ലോ എന്ന് പറയുമ്പോൾ പൊതുജനത്തിനോ സമൂഹത്തിനോ ഭരണകൂടത്തിനോ എതിരായി കുറ്റമായി അല്ലെങ്കിൽ വിശദീകരിക്കാൻ കഴിയുന്ന പെരുമാറ്റത്തെ ഇത് കൈകാര്യം ചെയ്യുന്നു. അതായത് ഉടനടി അതായത് കൊലപാതകം, ആക്രമണം, മോഷണം, മദ്യപിച്ച് വാഹനം ഓടിക്കാതൊക്കെ ക്രിമിനൽ ലോയാണ്. ഓക്കെ, ദ നെക്സ്റ്റ്, ഡസ് എവരി വൺ ഹാവ് ആക്സസ് ടു ദ കോർട്ട്സ്? ഇനി എല്ലാവർക്കും കോടതിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഓക്കെ, ഓൾ സിറ്റിസൻസ് ഓഫ് ഇന്ത്യ ക്യാൻ ആക്സസ് ദ കോർട്ട്സ് ഇൻ ദിസ് കൺട്രി. അപ്പം ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും കോടതികളിൽ പ്രവേശിക്കാൻ കഴിയും. ഈ രാജ്യത്തെ ഓരോ പൗരനും കോടതിയിലൂടെ നീതി ലഭിക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പം ദിസ് ഇംപ്ലൈസ് ദാറ്റ് എവരി സിറ്റിസൺ ഹാസ് എ റൈറ്റ് ടു ജസ്റ്റിസ് ത്രൂ ദ കോർട്ട്സ്. കോർട്ടിൽ നിന്നും എല്ലാവർക്കും നീതി ലഭിക്കുവാനുള്ള ഇതുണ്ട്. ഓക്കെ, ലീഗൽ പ്രൊസീജിയേഴ്സ് ഇൻവോൾവ് എ ലോട്ട് ഓഫ് മണി ആൻഡ് പേപ്പർ വർക്ക് ആസ് വെൽ ആസ് ടേക്ക് അപ്പ് എ ലോട്ട് ഓഫ് ടൈം.
for a poor person who cannot read and whose family depends on a daily basis. The idea of going to court to get justice often seem removed. അപ്പോൾ നിയമപരമായ നടപടിക്രമങ്ങളിൽ ധാരാളം പണവും പേപ്പർ വർക്കുകളും ഒക്കെ ഉണ്ട്. അത് ധാരാളം സമയമെടുക്കും. നീതി ലഭിക്കാനായിട്ട് ദരിദ്രർ പലപ്പോഴും കോടതിയിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല. അവർ ഇത് ഒഴിവാക്കുന്നു. The Supreme Court in the early 1980s devised a mechanism of a public interest litigation or PIL, അതായത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ PIL, to increase access to justice. അതായത് 1980-കളിൽ നീതി ലഭിക്കുന്നതിനായി പൊതു താൽപ്പര്യ വ്യവഹാരത്തിൻ്റെ അതായത് PIL എന്ന സംവിധാനം സുപ്രീം കോടതി ആവിഷ്കരിച്ചു. ഇറ്റ് അലൗഡ് എനി ഇൻഡിവിജ്വൽ ഓർ organizations to file a PIL in the High Court or the Supreme Court on behalf of those whose rights were being violated. അതായത് അവകാശം ലംഘിക്കുന്നവർക്ക് വേണ്ടി ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒരു പൊതു താൽപ്പര്യ ഹർജി സമർപ്പിക്കാൻ ഇത് ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ സംഘടനയെ അനുവദിച്ചു. ഓക്കെ. Judiciary has played a crucial role in democratic India, serving as a check on the powers of the executive and the legislature, as well as in protecting the fundamental rights of citizens. The members of the Constituent Assembly had quite correctly envisioned a system of courts with an independent judiciary as a key feature of our democracy. അപ്പം പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ വ്യാഖ്യാനിക്കുന്നതിൽ കോടതി നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവിനെയും നിയമസഭയുടെയും അധികാരങ്ങൾ പരിശോധിക്കുന്നതിനും പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ജുഡീഷ്യറി പ്രവർത്തിക്കുന്നത്. ഓക്കെ.